എല്ലാവർക്കും നമസ്കാരം. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഈ ട്യൂട്ടോറിയലിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നും ഹോംവർക്ക് എവിടെയാണ് വരുന്നതെന്നും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങളെല്ലാവരും തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കുക. അതിനായി ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ തീർച്ചയായും കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സാമ്പിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രീമിനകത്താണ് നമ്മുടെ എല്ലാ മെസ്സേജൊക്കെ വരുന്നത്. ക്ലാസ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്തൊക്കെ വർക്കാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് വരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഞാൻ ആദ്യമായുള്ള ബ്ലാങ്ക് ക്വിസാണ്. ഇത് നമുക്കൊരു ക്വിസാണുള്ളത്. ഗൂഗിൾ ഫോമാണ്, നമ്മളിത് ഫില്ല് ചെയ്യണം. അത് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇരിക്കുന്നു. അതിനുശേഷം എൻ്റെ പേരടിക്കുന്നു, സബ്മിറ്റ് അടിക്കുന്നു. ഓക്കെ, ഇതാ നമുക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നു 100 നമ്മൾ ബാക്ക് അടിക്കുന്നു. അതിനുശേഷം അടുത്തതായി ഹൂ ഇസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളോട് ടീച്ചറിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് യുവർ ആൻസർ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഞാനിവിടെ ഉത്തരം അടിക്കുന്നു, രാംനാഥ് കോവിന്ദ്. അതിനുശേഷം ഹാൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, ഇവിടെ നീല കളർ, അതിൽ തൊടുക എങ്കിൽ ഉത്തരം നിങ്ങളുടെ സബ്മിറ്റ് ആവും. ദ സബ്മിറ്റ് ആൻസർ യു വോണ്ട് ബി ഏബിൾ ടു മേക്ക് എനി ചേഞ്ചസ്. നിങ്ങൾ ഹാൻഡിന് അടിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ചേഞ്ചസും വരുത്താൻ സാധിക്കില്ല. അപ്പോൾ സബ്മിറ്റ് അടിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ സബ്മിറ്റ് ആയിരിക്കുന്നു. ആരും ഇത് ഇവിടെ തൊട്ട ക്ലാസ്മേറ്റ്സ് ആരുടെ ആൻസർ ചെയ്തോന്ന് കാണാനും. 100 പോയിൻ്റാണുള്ളത്. ഇവിടെ പോയിൻ്റ് എത്ര മാർക്കിൻ്റെയാണ് കാണിക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുന്നു. അതിനുശേഷം ഡു ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ നോട്ട് ബുക്ക്. ഇതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. അതായത് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നീല കളർ കാണാനാകും. അപ്പോൾ നമ്മൾ എഴുതി തുടങ്ങും. നമുക്കുള്ളത് ഒരു PDF-ൻ്റെ ലിങ്കാണുള്ളത്. മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇത് ചെയ്ത ശേഷം നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി നിങ്ങൾ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്തായി യുവർ വർക്ക് ആഡ് എ പ്രൈവറ്റ് കമൻറ്റ് അസൈൻഡ് എന്നൊക്കെ പറഞ്ഞ് കാണാനാവും. അവിടെ നമ്മൾ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് കാണുന്നു. അപ്പോൾ ആഡ് അറ്റാച്ച്മെൻറ്റ് അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. ലിങ്ക്, അതായത് ഫോട്ടോയുടെ ലിങ്ക് അടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോററിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം താഴെയുള്ള യൂസ് ഫോട്ടോ അടിക്കുക. അപ്പോൾ ഞാൻ ഫോട്ടോ അടിക്കുന്നു. ഇത് അപ്ലോഡ് ആവുകയാണ്. ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫയൽ അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫയൽ അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഹാൻഡിന് അടിക്കുന്നു, മുമ്പത്തെ പോലെ തന്നെ. അപ്പോൾ ഹാൻഡിന് അടിക്കുകയാണെങ്കിൽ അസൈൻമെൻറ്റ് ഹാൻഡിൻ സബ്മിറ്റ് ചെയ്യുന്നു. അൺസബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അൺസബ്മിറ്റ് അടിക്കുക. ഇങ്ങനെ അൺസബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ അൺസബ്മിറ്റ് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്മിഷൻ, അതായത് നമ്മൾ അയച്ച ഫോട്ടോ പിന്നെയും തിരിച്ചു വരുന്നു. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടി അറ്റാച്ച്മെൻറ്റ് അടിച്ചിട്ട് ഫോട്ടോ അടിച്ചിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നീല കളർ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഡ്യൂ ആണ്. അത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നാണ്.